നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം പിളർന്നു എന്ന് തന്നെ പറയാവുന്ന നിലയിലുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത മുംബൈയിലെ ശിവജി പാർക്കിലെ റാലിയിൽ നിന്ന് ബി.ജെ.പിയുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ NCP വിട്ടുനിന്നിരിക്കുകയാണ്. NCPയുടെ നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറും NCPയുടെ സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ബി.ജെ.പിയുടെ ഈ പ്രധാനപ്പെട്ട റാലി, അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്ന റാലിയിൽ നിന്നും വിട്ടുനിന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും ഇപ്പോൾ കാരണമായിരിക്കുന്നത് ബി.ജെ.പി. പരാജയത്തിൽ നിന്നും കരകയറാൻ മഹാരാഷ്ട്രയിൽ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മുദ്രാവാക്യമാണ്. ബി.ജെ.പിയുടെ നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥാണ് ഈ മുദ്രാവാക്യം ആദ്യം മഹാരാഷ്ട്രയിൽ ഉയർത്തുന്നത്. ബാട്ടേങ്കെ തോ കാട്ടേങ്കെ എന്നായിരുന്നു ആ മുദ്രാവാക്യം. മുറിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടാൽ മുറിക്കപ്പെടും. അതായത് ഹിന്ദു സമുദായം പൂർണ്ണമായും ഒറ്റക്കെട്ടായി ബി.ജെ.പിക്ക് തന്നിൽ അണിനിരന്നില്ലെങ്കിൽ അത് വിഭജിക്കപ്പെട്ടാൽ അത് മുറിക്കപ്പെടും എന്ന ഒരു വർഗീയ മുദ്രാവാക്യമാണ് യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിൽ ഉയർത്തിയത്. പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും ഈ മുദ്രാവാക്യം ഏറ്റുപിടിച്ചതോടെ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന NCP അജിത് പവാർ വിഭാഗത്തിന് ഈ മുദ്രാവാക്യം ഒട്ടും ഉൾക്കൊള്ളാനാവാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ നേതാവ് ഏക്നാഥ് ഷിൻഡെയ്ക്കും ഈ മുദ്രാവാക്യത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് അവരുടെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു പരാജയം അവർ മുന്നിൽ കാണുന്നുണ്ട്. അതിന് പ്രധാന കാരണം 60ഓളം വിമതന്മാരാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് വെല്ലുവിളിയായി കളത്തിലുള്ളത്. ഈ ഘട്ടത്തിൽ ബി.ജെ.പി. മറ്റൊരു സംസ്ഥാനത്തും പുറത്തെടുക്കാത്ത ഒരു 19ാമത്തെ അടവ് അമിത്ഷായുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പുറത്തെടുത്തിരുന്നു. അത് ശിവസേന ഷിൻഡെ വിഭാഗം അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് സ്വന്തം നേതാക്കളെയും വക്താക്കളെയും സ്ഥാനാർത്ഥികളാകാൻ വിട്ടു നൽകുന്ന ഒരു നടപടിയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ബി.ജെ.പി. പൊതുവിൽ അവരുടെ സഖ്യകക്ഷികൾക്ക് ശക്തി ക്ഷയിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിജയസാധ്യത കുറയുകയോ ചെയ്താൽ സ്വാഭാവികമായും അവരുടെ സീറ്റുകൾ ഏറ്റെടുക്കുകയാണ് പതിവ്. എന്നാൽ മഹാരാഷ്ട്രയിൽ ആ തന്ത്രം വിലപ്പോകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അനിവാര്യമായ പരാജയത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടി ബി.ജെ.പി. സ്വന്തം നേതാക്കളെ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകുന്ന കാഴ്ച പോലും മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് NCP അജിത് പവാർ വിഭാഗം ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന ആരോപണത്തിൽ ED അറസ്റ്റ് ചെയ്ത ചരിത്രമുള്ള നവാബ് മാലിക്കിനെ അടക്കം സ്ഥാനാർത്ഥിയാക്കിയത് ബി.ജെ.പിയെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും മുംബൈയിലെ ആ മണ്ഡലത്തിൽ നവാബ് മാലിക്കിന് പിന്തുണ നൽകുന്നതിന് പകരം മഹാരാഷ്ട്രയിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയും അതിൻ്റെ സഖ്യകക്ഷികളും തമ്മിൽ ഒരു ധാരണ പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നത് അവരെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിനേക്കാൾ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. ഉത്തർപ്രദേശിൽ അവർക്ക് 30ഓളം സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ സാധിച്ചു. പക്ഷെ മഹാരാഷ്ട്രയിൽ 2019-ലും 2014-ലും 23 സീറ്റ് ബി.ജെ.പി. ഒറ്റയ്ക്ക് വിജയിച്ച മഹാരാഷ്ട്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാനായത് വെറും 9 സീറ്റുകളാണ്. അതേസമയം ഒരു സീറ്റ് മാത്രം 2019-ൽ വിജയിക്കാൻ സാധിച്ച കോൺഗ്രസ് 13 സീറ്റുകളിലേക്ക് വളരുന്ന കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു. ബി.ജെ.പിയുടെ സഖ്യകക്ഷികളും വളരെ മോശം പ്രകടനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് NCP അജിത് പവാർ വിഭാഗമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 10ഓളം സീറ്റുകളിൽ മത്സരിച്ച അവർക്ക് വെറും ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ശിവസേന ഷിൻഡെ വിഭാഗത്തിനും വലിയ മോശം പ്രകടനമാണ് പുറത്തെടുക്കാൻ സാധിച്ചത്. അവർ വെറും 7 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. അതേസമയം
BJPയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി വലിയ മുന്നേറ്റമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുറച്ചുകൂടി സുശക്തമായൊരു മുന്നണി രൂപപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടിക്ക് സാധിച്ചിട്ടുണ്ട്. CPM-നെയും CPI-യെയും എന്തിനേറെ പറയുന്നു, സമാജ്വാദി പാർട്ടിയെ പോലും സഖ്യത്തിൽ ഉൾപ്പെടുത്തി ഒരു ശക്തമായ മുന്നണി രൂപപ്പെടുത്താൻ മഹാരാഷ്ട്രയിൽ ഇതിനോടകം മഹാവികാസ് അഘാടിക്ക് സാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BJP ഒരു അനിവാര്യമായ പരാജയം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ മഹാരാഷ്ട്രയിൽ മുന്നിൽ കാണുന്നു എന്നത് വ്യക്തമാണ്. അതിൽ BJPയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇപ്പോൾ NCP അജിത് പവാർ വിഭാഗം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം കൂടി സംഭവിച്ചാൽ BJP ഇത്രയും കാലം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുന്ന ശിവസേനയും NCPയും അവരുടെ മാതൃസംഘടനകളിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. എന്തായാലും മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിൽ വലിയ വിള്ളൽ വീണു കഴിഞ്ഞു.